മലബാർ മേഖലയിലേക്ക് പോവുകയാണ്. ഇന്ന് ശക്തമായ മഴ അവിടെ തുടരുന്നു എന്നുള്ളതാണ്. കോഴിക്കോട് ജില്ലയിലും മഴയ്ക്ക് ശമനമില്ല. മലയോര മേഖലയിലും തീരദേശ മേഖലയിലും കനത്ത മഴ അനുഭവപ്പെടുന്നുണ്ട്. നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ടും രൂപപ്പെട്ടിരുന്നു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അനഘ ഹർഷൻ തയ്യാറാണ്. അനഘ, നമ്മൾ രാവിലെ കണ്ടിരുന്നു വലിയ മഴയായിരുന്നു. തൽക്കാലം ഒന്ന് മഴ ശമിച്ചപ്പോൾ ആ വെള്ളക്കെട്ടൊക്കെ ഒന്ന് ഒഴിവായി കിട്ടി. എന്തായാലും ഇപ്പോൾ നിലവിലത്തെ അവസ്ഥ എന്താണ് അനഘ? രാഖി, കോഴിക്കോട് ജില്ലയിൽ രാവിലെ മുതൽ അതിശക്തമായ മഴയാണ്. പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിൽ. നമ്മളിപ്പോൾ നിൽക്കുന്നത് EMS സ്റ്റേഡിയം പരിസരത്താണ്. ഈ പരിസരത്ത് രാവിലെ ഈ സമയം മുതൽ പെയ്ത മഴയിൽ തന്നെ ഈ ഭാഗത്ത് മുഴുവൻ അതിരൂക്ഷമായ വെള്ളക്കെട്ടാണ്. ആളുകൾക്ക് നടന്നു പോകാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് സാഹചര്യം മാറിയിട്ടുണ്ട്. ഈ വാഹനങ്ങളിലൊക്കെ തന്നെ ഈ വെള്ളക്കെട്ടിൽ മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്, ഓഫായി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് സ്റ്റേഡിയം ജംഗ്ഷനാണ്, ഒരു സിഗ്നൽ ഉള്ള പരിസരത്താണ്. ഈ ഭാഗത്ത് ചെറിയ മഴ പെയ്യുന്ന സമയത്ത് പോലും ഈ ഭാഗത്ത് ഈ രീതിയിൽ വെള്ളക്കെട്ടുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ രീതിയിൽ മഴ ഇന്ന് ഈ രാവിലെ മുതൽ തന്നെ മഴയായിരുന്നു. ഈ രീതിയിൽ മഴ ഈ ഭാഗത്തൊക്കെ തന്നെ തുടരുകയാണെങ്കിൽ ഈ ഭാഗത്ത് ഇനിയും വെള്ളക്കെട്ട് ഉയരാനുള്ള സാധ്യതയുണ്ട്. അത് വലിയ രീതിയിൽ നടക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഈ ഭാഗത്തേക്ക് വെള്ളം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. പാളയം ഭാഗത്തേക്കൊക്കെ പോകുന്ന റോഡാണ്, ആ ഭാഗത്താണ് ഈ രീതിയിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്നത്. ആളുകൾക്ക് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഈ റോഡിലേക്ക് ഇറങ്ങിയാൽ ഒരാളുടെ മുട്ടിന് മുകളിലേക്ക് പോലും വെള്ളം എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. വാഹനങ്ങൾ ഓഫായി പോകുന്നുണ്ട്. ഇത് നിരന്തരം കാലാകാലങ്ങളായി ഈ ഭാഗത്ത് ഈ പ്രദേശത്ത് അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. ആ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ കോർപ്പറേഷൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ ഈ ഭാഗത്തുകൂടി ഈ അവസരത്തിൽ നടന്നു പോകാൻ ഒരാൾക്ക് പോലും കഴിയാത്ത സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഓട ശുചീകരണം അടക്കമുള്ള പ്രവർത്തികൾ ഇവിടെ കൃത്യമായി നടക്കാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ചെറുമഴ പെയ്യുമ്പോഴത്തേക്ക്, ഈ രീതിയിൽ മഴ പെയ്യുമ്പോഴേക്കും ഈ ഭാഗത്തേക്ക് ഇങ്ങനെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. നമുക്ക് കൃത്യമായി തന്നെ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഈ റോഡിൽ ഇവിടെയൊക്കെ റോഡാണ്, ഈ ഭാഗത്താണ് ഒരു മുട്ടിന് മുകളിൽ, ഒരാളുടെ മുട്ടിന് മുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. നടന്നു പോകാൻ ഒരു രീതിയിലും ഈ ഭാഗത്തു കൂടി ആളുകൾക്ക് നടന്നു പോകാൻ സാധിക്കില്ല. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കൃത്യമായി ആ കാര്യം കാണാൻ സാധിക്കും എന്നുള്ളതാണ്. എന്തായാലും അതിശക്തമായ മഴ ഈ ഭാഗത്തുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമായി കാണാം. ഈ ഭാഗത്ത് ഈ നമുക്ക് മുട്ടിന് മുകളിലേക്ക് ഇവിടെ നിൽക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് ഈ രീതിയിലേക്ക് വെള്ളക്കെട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ സാധാരണ ഒരു ഓട മാത്രമാണ്. ഇതൊക്കെ റോഡ് പരിസരമാണ്. ഈ ഭാഗത്താണ്. ഇവിടെ കുഴിയുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യമുണ്ടോ എന്നുള്ളതൊന്നും കാണാൻ സാധിക്കില്ല. പക്ഷെ ആളുകൾക്ക് ഇവിടെ നിന്ന് ആ ഭാഗത്തേക്ക് പോകണമെങ്കിൽ ഈ വെള്ളം താണ്ടി വേണം മറുഭാഗത്തേക്ക് പോകാൻ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ സ്കൂളിൽ പോകുന്ന സമയമാണ്, ഓഫീസിൽ പോകുന്ന സമയമാണ്. അവർക്കൊന്നും തന്നെ ഈ വഴി പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. നമുക്ക് പുറകിൽ ഇതിൽ നേരത്തെയൊക്കെ തന്നെ വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് മടങ്ങി പോകുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഇവിടെ കുഴിയാണോ അല്ലെങ്കിൽ അതിമലിനമായ വെള്ളം കാല് വെക്കാൻ പോലും. ആദ്യം തന്നെ പറഞ്ഞോട്ടെ, വളരെ സേഫ് ആയിട്ട് നിൽക്കുക. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, അത് ഓടയാണോ അതല്ല നടപ്പാതയാണോ എന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഉള്ള വെള്ളക്കെട്ടുണ്ട്. സാധാരണ അവിടെ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന പ്രദേശമാണോ അനഘ? രാഖി, ഒരു ചെറുമഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ പോലും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ഈ ഭാഗത്ത് ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. പലപ്പോഴും കോർപ്പറേഷനും ഇത് കൃത്യമായ ധാരണയുണ്ട്. പക്ഷെ ഒരു നടപടിയും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ നഗരത്തിൽ ഇത് കേവലം ഇവിടെയുള്ളൊരു കാഴ്ച മാത്രമല്ല, നഗരപ്രദേശങ്ങളിലെ പലയിടങ്ങളിലും ഈ കാഴ്ച കാണാൻ സാധിക്കും. ഒന്ന് ആലോചിച്ച് നോക്കണം, കോഴിക്കോട് പോലൊരു നഗരത്തിലാണ് ദിവസേന ആളുകൾ പോകുന്ന ഒരു വഴിയാണ്. ആ വഴിയിലാണ് ഇങ്ങനെ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഈ രീതിയിൽ വെള്ളം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കോർപ്പറേഷന്റെ ഒരു ഇടപെടൽ ഇക്കാലം അത്രയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ രീതിയിൽ ഈ മഴ ഇവിടെ തുടരുകയാണെങ്കിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമായിരിക്കും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, അതുവഴിയൊക്കെ തന്നെ സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്ന വിദ്യാർത്ഥികളടക്കം പോകുന്നുണ്ട്. ഇനി അല്പസമയം കൂടി ഈ രീതിയിൽ മഴ തുടരുന്ന സാഹചര്യം ഉണ്ടായാൽ ഇതുവഴി ഒരു രീതിയിലും നടക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും. ഇവിടെ വന്ന് നമ്മളിപ്പോൾ നിൽക്കുമ്പോൾ പോലും പലരും ഇവിടെ വന്ന് മടങ്ങി പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. രാഖി, ഇത് അനഘ, എന്തായാലും മഴ തുടരും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്ന് ഓറഞ്ച് അലർട്ട് ആണല്ലോ ജില്ലയിൽ. ഒപ്പം തന്നെ ഈ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഇന്ന് ഓറഞ്ച് അലർട്ട് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.
രാഖി, ഈ കോഴിക്കോട് പോലെ തന്നെ കണ്ണൂര്, അതുപോലെ തന്നെ മലപ്പുറം, ഈ ജില്ലകളിലൊക്കെ തന്നെ രാവിലെ മുതൽ അതിശക്തമായ, കോഴിക്കോടിന് സമാനമായ സാഹചര്യം തന്നെയാണ് കണ്ണൂരും അതുപോലെ മലപ്പുറം ജില്ലയിലും ഒക്കെ തന്നെ ഉള്ളത്. ഒപ്പം തന്നെ ഈ മലയോര മേഖലയിലേക്ക് അവസ്ഥ എന്താണ്? മലയോര മേഖലകളിലും രാവിലെ മുതൽ, ഈ കോഴിക്കോടിനെ സംബന്ധിച്ചാണെങ്കിൽ നഗരപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളും അതുപോലെ തന്നെ മലയോര മേഖലയിലും ഒക്കെ ഈ രീതിയിൽ സമാനമായ രീതിയിൽ തന്നെ രാവിലെ മുതൽ, ഇന്ന് പുലർച്ചെ മുതൽ ഏകദേശം 2 മണി മുതൽ ഈ പ്രദേശങ്ങളിലൊക്കെ അതിശക്തമായ മഴ ഈ രീതിയിൽ തന്നെ തുടരുകയാണ്. രാവിലെ പെയ്യുന്ന മഴ അത് ഇതുവരെ ഈ സമയമായിട്ട് പോലും മഴയ്ക്കൊരു ശമനമില്ലാതെ മഴ തുടരുന്ന സാഹചര്യമുണ്ട്. വിലങ്ങാട് പോലുള്ള ഉരുൾപൊട്ടൽ ബാധിത പ്രദേശത്തൊക്കെ തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ മത്സ്യബന്ധനത്തിന് പോകുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മലയോര മേഖലകളിലൊക്കെ തന്നെ ചെറിയ രീതിയിൽ കാറ്റ് വീശിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ നാശനഷ്ടങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് രാവിലെ മുതൽ ഈ നഗരപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ഒക്കെ തന്നെ അതിശക്തമായ മഴ ഈ രീതിയിൽ തന്നെ തുടരുകയാണ്. രാഖി, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, 2 സ്ത്രീകൾ അവർ ഈ വെള്ളം താണ്ടി മറുകരയിലേക്ക് എത്താനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ആ രീതിയിൽ വാഹനങ്ങൾ പോകുന്നുണ്ട്, മുട്ടിന് മുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. അതാണ് ഇവിടെ നിലവിൽ കോഴിക്കോട്ടെ നഗരങ്ങളിലെ ഈ സ്ഥലത്ത് മാത്രമല്ല പലയിടങ്ങളിലെയും നമുക്ക് എന്തായാലും ആ ദൃശ്യങ്ങളൊക്കെ കാണാം. വാഹനങ്ങൾക്ക് പോലും പോകാനുള്ള ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. അതുപോലെയാണ്, അതിനേക്കാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് വഴിയാത്രക്കാർ. എന്തായാലും അനഘ വളരെ സേഫായിട്ട് തന്നെ നിൽക്കുക എന്നുള്ളതാണ്. അവിടെ ഓടയും നടപ്പാതയും ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലുള്ള വെള്ളക്കെട്ടാണ്. മലബാർ മേഖലയിൽ ശക്തമായ മഴ തുടരുകയാണ്. കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള മഴ കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടത്. മലയോര മേഖലയിലും തീരദേശ മേഖലയിലും കനത്ത മഴ അനുഭവപ്പെടുന്നുണ്ട്. അനഘ ഹർഷനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.